ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈസി ഡിസൈനാണ്. ഇത് ബീഡ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് കളറിലെ എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറും ഒന്ന് ഒരു ലൈറ്റ് ഗ്രീൻ കളറും, അങ്ങനെ രണ്ട് കളറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ബീഡ്സ്, കുറച്ച് ഇതുപോലുള്ള ബീഡ്സുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡിസൈൻ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നെക്കിന് താഴെയായിട്ട് കൊടുക്കാം. അപ്പോൾ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഹിജാബ് ഇടുന്നവർക്കാണെങ്കിലും കുറച്ച് താഴേക്ക് ഇറക്കി ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഡിസൈൻ വരയ്ക്കാം. ഇതിനിപ്പോൾ ഈ പാറ്റേൺ തന്നെ ചെയ്യണം എന്നില്ല, വേറെ എന്തെങ്കിലും പാറ്റേണിലായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ചെടിയുടെ ഒരു വള്ളി പോലെ അങ്ങനെ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ഇതിനിടയ്ക്കായിട്ട് ബുള്ളിയൻ റോസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഫ്ലവേഴ്സ് വേണം എന്നുള്ളത് നമ്മൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ട് ബീഡ്സ് വർക്ക് ചെയ്യണേ. ഇപ്പം ഞാൻ താഴെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, പിന്നെ മിഡിലായിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മൂന്നിടത്തും ബുള്ളിയൻ റോസസ് കൊടുക്കും. ബാക്കിയുള്ളിടത്തൊക്കെ ബീഡ്സ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെം പോലെ ചെയ്യുന്നുണ്ട്, അതിനും വേണമെങ്കിൽ വരച്ചു കൊടുക്കാം മുന്നേ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇതൊരു പാറ്റേൺ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മൂന്നിടത്തും ബുള്ളിയൻ റോസസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ചെയ്യുന്നില്ല, ആദ്യം നമ്മൾ ബീഡ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് മാത്രം ബുള്ളിയൻ റോസസ് കൊടുക്കാം. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിയിൽ നൂല് കൊരുത്തിട്ടുണ്ട്. ഇതുപോലെ സാധാരണ സൂചിയും നൂലും എടുത്തേക്കുന്നത്. അപ്പോൾ ഈ റോസസ് ചെയ്യേണ്ട പോർഷൻ ഒഴിച്ചിട്ട് ബാക്കി അങ്ങോട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചസ് പോലെ അതും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളറിലെ ത്രെഡ് വെച്ചിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഈ എൻ്റെ ഫാബ്രിക്, ഞാൻ ചെയ്യുന്ന ഫാബ്രിക് നല്ല ലൈറ്റ് കളറാണ്. ഇത് ക്യാമറയിൽ കുറച്ച് ഡാർക്കായിട്ട് കാണുന്നതേ ഉള്ളൂ. നല്ല ലൈറ്റ് കളർ ഫാബ്രിക്കാണ്. അപ്പോൾ അതേ കളറ് തന്നെയാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ബ്രാഞ്ച് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അറ്റത്തായിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ചെറിയൊരു ഫ്ലവർ പോലെ അങ്ങ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കാണിക്കാം. അപ്പം 3 എണ്ണം അടുപ്പിച്ച് ചെയ്യുന്നത്.
രണ്ടെണ്ണം ഇവിടെയും നടുക്കായിട്ട് ഒരെണ്ണം കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെയൊക്കെയും ഈ എല്ലാ ബ്രാഞ്ചസിൻ്റെ ഇവിടെയും പിന്നെ ഈ സ്റ്റെമ്മിൽ കുറച്ചും അങ്ങനെ ഇഷ്ടമുള്ള ഒരു പാറ്റേണിൽ കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ താഴെയും ഒരെണ്ണം കൊടുക്കുക. അതുപോലെ എല്ലാത്തിടത്തും കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാറ്റേൺ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവ് കൊടുത്ത് ഇതുപോലെ കാണാൻ ഭംഗിയുള്ള രീതിയിലാക്കിയാൽ മതി. ഇനി നമ്മളിവിടെ 3 ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫ്ലവർ, ഇതും ഇവിടെ 3 ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇത് ബുള്ളിയൻ റോസസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പിങ്ക് കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പം ടോപ്പ് പാൻറ്റ് നമ്മൾ ഇതാണ് എടുക്കണമെങ്കിൽ ഈ കളറിൽ ചെയ്യുക. അതല്ല വേറെ കളർ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചെയ്ത് നോക്കാം. റെഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഷെയ്ഡ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് പിങ്ക് കളറാണ് എടുക്കുന്നത്. ഡാർക്ക് കളറാണ് എടുക്കട്ടെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബുള്ളിയൻ റോസസ് ചെയ്യാം. നമുക്കിനി ഇതുപോലെയുള്ള ബുള്ളിയൻ റോസസ് ഇവിടെയും കൊടുക്കാം. ഈ 2 സ്ഥലത്തും നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലുള്ള ത്രെഡ് സൂചിയിൽ കൊരുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എൻഡ് മാത്രമാണ് കെട്ടിയേക്കുന്നത്. പിന്നെ എംബ്രോയ്ഡറി ത്രെഡുമാണ് സൂചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബുള്ളിയൻ റോസസ് അറിയാത്തവർ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയിൽ ബുള്ളിയൻ റോസസ് എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് മനസ്സിലാകാം. അപ്പോൾ ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ സൂചി താഴോട്ട് എടുക്കുക ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ചെയ്യുന്നത് ബുള്ളിയൻ നോട്ട്സ് ഇട്ടിട്ട്. എന്നിട്ട് ഇതുപോലെ എടുത്ത് നമ്മളിതുപോലെ ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. നൂല് ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഞാനൊരു 6 ലൂപ്സാണ് കൊടുക്കുന്നത്. എന്നിട്ട് സൂചി മുകളിലേക്ക് ഇടുക. അപ്പം നമ്മൾ ഈ നോട്ട്സ് ഇട്ടേക്കുന്ന ലൂപ്സ് ഒന്ന് പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം കൂടി കുരുങ്ങിപ്പോവും. അതുപോലെ ടൈറ്റായിട്ട് തിരിച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ കുത്താം. കണ്ടോ? അപ്പോൾ ഒരു ലൂപ്പായി. അതുപോലെ ഇപ്പുറത്ത് ഒരു ലൂപ്പ് കൂടി കൊടുക്കാം. അതിനോട് ചേർന്ന് തന്നെ ഒരെണ്ണം അതുപോലെ കൊടുക്കാം. അതും 6 ലൂപ്പ് തന്നെ കൊടുത്ത് അതും നമുക്ക് ഇതുപോലെ താഴേക്കെടുത്ത് ചെയ്യാം. ഇനി ഇതിന് ചുറ്റുമായിട്ട് ഒരു 4 എണ്ണം കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 3 ലെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ചെറിയ ഫ്ലവേഴ്സ് മതിയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരെണ്ണം നമുക്കിതിന് ക്രോസ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ വെളിയിൽ നിന്ന് എടുത്ത് ഇതുപോലെ എടുത്ത്, അപ്പോൾ അതൊരു 6 എന്നുള്ളത് ഒരു 10 ലൂപ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നീളത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ 10 ലൂപ്പാണ് ഇട്ട് കൊടുത്തത്.
ലൂപ്സ് ഇതുപോലെ ഭയങ്കര ടൈറ്റായിട്ട് ചെയ്യാതെ ചെറിയൊരള നല്ല ലൂസാക്കി ഇടാനും പാടില്ല. അങ്ങനെ ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഒരു പെറ്റലായി. പിന്നെ ഇവിടെ ബാക്കിയും കൂടെ കൊടുക്കാം 2 സൈഡിലായിട്ട്. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇവിടെ ഇതുപോലെ ഒരു പെറ്റലും കൂടെ കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഒരു ഫ്ലവറായി. ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫ്ലവറും കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അത് ചെസ്റ്റ് പോർഷനിൽ താഴെയായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെടികൾ പോലെ ഇതുപോലെ പല ഹൈറ്റിൽ ചെയ്യുമ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഇത് 3 ഫ്ലവർ ഇവിടെ വരെയാണല്ലോ, പിന്നെ ഒരെണ്ണം ഇവിടെ വരെ കൊടുത്ത് അടുത്ത ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈവൻ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും. ഷോൾഡറിൽ നിന്ന് ചെസ്റ്റ് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വള്ളികൾ പോലെ കൊടുത്തിട്ട് ഇതുപോലെ ഫ്ലവേഴ്സും ഈ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.